നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് ഉറ്റുനോക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇന്ന് ശ്രദ്ധാപൂർവം കേൾക്കുന്ന വാർത്തയാണ് ഇസ്രയേലിന് ഇതെന്തു പറ്റിയെന്ന്. ലബനനെയും ഹിസ്ബുള്ളയെയും ഇനിയും പിടിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇസ്രയേലും കരുതുന്നത്. എന്തായാലും ലബനനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്താണെന്ന് അവിടുത്തെ ജനത്തിന് സത്യത്തിൽ അറിയില്ല. കഴുത്തിനു മുകളിൽ തലയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് പലരും നേരം പുലരുമ്പോൾ ഉറക്കമെഴുന്നേൽക്കുന്നത്. ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് മലയാളി വാർത്ത പ്ലസ് ചർച്ച ചെയ്യുന്നത് ലബനന്റെ ഭാവി എന്തെന്നും ചരിത്രം എന്തെന്നുമാണ്. നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മിനി എസ്മേറോൺ ഉണ്ട് നമ്മളോടൊപ്പം. ടീച്ചർ, സത്യത്തിൽ ലബനെ സംബന്ധിച്ച് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യം ചോദിക്കാം. നമ്മൾ സത്യം പറഞ്ഞ കുറേ നാളുകൾ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ യുദ്ധത്തെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ സത്യമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ പൂർണ്ണമായും എന്തായാലും ഇസ്രായേൽ പൂർണ്ണമായും ഇല്ലാതെയാക്കുമെന്നാണ്. ലബനന്റെ വാർത്തകൾ പലപ്പോഴും ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു പൊട്ടിത്തെറി, ഇത്തരത്തിൽ അടുത്തൊരു ഗാസയാകുന്നു ലബനൻ, അത്തരം സാഹചര്യങ്ങൾ പൊടുന്നനെ ഉണ്ടായതാണ്. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും വീണ്ടും ഇത്തരത്തിൽ ഈ ലബനിലേക്ക് യുദ്ധം വ്യാപകമാകാനുള്ള സാഹചര്യമുണ്ട്. ലബനെ പിടിച്ചു കിട്ടണം എന്ന് ഇസ്രായേൽ അടിയുറച്ച് പറയുകയാണ്. ചരിത്രപരമായി നോക്കിയാലും അങ്ങനെ പലതും നമുക്ക് കാണുന്നുണ്ട്. എന്താണ് ടീച്ചർ പറയാനുള്ളത്? ശ്രീജ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്ന സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് വളരെ ചരിത്രപരമായിട്ട് തന്നെ ഒരുപാട് കാലത്തെ മുന്നത്തെ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇപ്പൊ പുതിയ ന്യൂസുകൾ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ ലബനനിൽ 500ഓളം അധികം പേര് മരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഹമാസ് ലീഡറെ കൊന്നു അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പൊ സംശയമുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇസ്രയേലിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും യഹ്യ സിൻവർ ഉണ്ടായിരിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് എവിടെയാണ് യഹ്യ സിൻവർ ഉള്ളതെന്ന് പറയാത്തതെന്നുള്ളത് ഒരു പക്ഷേ ഇസ്രയേലിന്റെ ടാക്ടിക്സ് ആയിരിക്കാം. പക്ഷേ ഈ ലെബനനിലും അതുപോലെ തന്നെ ഇപ്പൊ ഹമാസിനെ ഏകദേശം നിർത്തിയെങ്കിൽ തന്നെയും ഹമാസിനൊപ്പം തന്നെ ഇസ്രയേലിനെ എതിരെ നിൽക്കുന്ന ഒരു വലിയ ശക്തി തന്നെയാണ് ഈ ഹിസ്ബുള്ള, അല്ലെ? അപ്പൊ ഈ ഹമാസും ഹിസ്ബുള്ളയും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഹമാസും മറുഭാഗത്ത് ഹിസ്ബുള്ളയും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ഇസ്രയേലിനെ അങ്ങ് കുരുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഹമാസിനെ ഏകദേശം ഇപ്പൊ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ യഹ്യ സിൻവർ എങ്ങാനും കൊല്ലപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ബന്ദിയാക്കി വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായി കഴിഞ്ഞാലും ഹമാസിന്റെ പത്തി മടങ്ങി. ഇനി ഇസ്രയേലിന്റെ മുന്നിലുള്ളത് ഹിസ്ബുള്ളയാണ്. എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ള വഴി ഈ ലബനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതുവഴി ഇറാനിലേക്ക് കടക്കുക, അതുവഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊരു വ്യാപക യുദ്ധമാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലല്ലേ ടീച്ചർ? ശരി, അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു വലിയ യുദ്ധമായിട്ട് മാറും. മൂന്നാം ലോക മഹായുദ്ധം അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇറാന്റെ സാന്നിധ്യം ശരിക്കും ഉണ്ട് ഇതില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറാനാണ് ഇതിന് ഈ ഹിസ്ബുള്ളയുടെ ചരിത്രം നമ്മൾ കുറച്ച് മുന്നിലേക്ക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് 1982 മുതലൊക്കെ തന്നെയാണ്. 82-ലാണ് തോന്നുന്നു PLOയും ഇസ്രയേലിനെ ആദ്യമായിട്ട് ആക്രമിക്കുന്നതും ഇസ്രയേൽ തിരിച്ചു ആക്രമിക്കുന്നതും എല്ലാം. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഈ PLOയും പിന്നെ അന്ന് PLOയ്ക്ക് സഹായമായിട്ട് വന്നിരുന്നത് ഇറാൻ പഠിപ്പിച്ചു വിട്ടുള്ള ഷിയ മുസ്ലിംസ് ആണ്. അന്ന് ഇവര് രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ ഈ PLOയും ഷിയ മുസ്ലിംസും കൂടി ചേർന്നിട്ട് ഇവർക്ക് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസ്രയേലിന്റെ കൂടെ ഉണ്ടായിരുന്നത്, ഇസ്രയേൽ സൈന്യത്തിന്റെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നത് ക്രിസ്ത്യൻ മിഷനറി ആ ആൾക്കാർ തന്നെയാണ്. ക്രിസ്ത്യൻ മിലീഷ്യ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ക്രിസ്ത്യൻ ലബനീസ് മിലീഷ്യ എന്ന് പറയുന്ന സംഘവും ഇവരും തമ്മിലാണ് യുദ്ധം നടന്നത്. അതിൽ നിന്ന് തന്നെയാണ് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഇവര് ഒരുമിച്ച് ചേർന്ന് ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഷിയ മുസ്ലിംസും വേറൊരു തീവ്രവാദ സംഘടനയുമായി ഒരുമിക്കുകയും അങ്ങനെയാണ് ഹിസ്ബുള്ള ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഷിയ മുസ്ലിംസും ഇവരൊക്കെ ഉണ്ടാകുന്നതേ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇറാൻ പഠിപ്പിച്ചു വിട്ട സാരികൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കുന്നു ഇറാൻ. എന്നിട്ട് ഇറാന്റെ സഹായം നല്ലോണം ഉണ്ട്. ഇറാനാണ് ഹിസ്ബുള്ളക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു ചെറിയൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്ന കാര്യമാണ്, ഇവിടെ ലബനീസിലും ആദ്യം ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലബനൻ. അതെ. ഇപ്പൊ പക്ഷെ അവിടെ മുസ്ലിംസ് അറബ് ഇതാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നത് ഒരു അറബ് രാജ്യമായിരിക്കുന്നു. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ രാജ്യവുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് അമേരിക്കയ്ക്കും ഒരു
ആവശ്യമൊക്കെ ഉണ്ടാകാം. കാരണം ഒരു ക്രിസ്ത്യൻ രാജ്യം കൊണ്ടുവരുമ്പോൾ ബംഗ്ലാദേശിന്റെ ഇഷ്യൂവിലൊക്കെ പറഞ്ഞിരുന്നില്ലേ, ബംഗ്ലാദേശിന്റെ ഒരു കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാമെന്നും അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാമെന്നും ഒക്കെ അമേരിക്കയുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർ, അപ്പോൾ തന്നെ ഈ 1985-ലും ഈ 92-ഉം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിരുന്നു. 1985 നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 1992 നോക്കിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള വരികയും 8ഓളം സീറ്റുകളിൽ അവിടെ വിജയിക്കുന്ന സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പിന്മാറ്റം പിന്നീട് വലിയൊരു ശക്തിയായി മാറുന്നു. അതൊക്കെ തന്നെയും ഈ ചരിത്രപരമായി നോക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1992-ലാണെന്ന് തോന്നുന്നു ഹിസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് 8 സീറ്റായിട്ട് വന്നത്. ആ സമയത്ത് ഹിസ്ബുള്ളയ്ക്ക് നമ്മൾ പറയുന്നത് ഹിസ്ബുള്ള വലിയ തീവ്രവാദ സംഘടനയാണ്, അല്ലെങ്കിൽ ഹമാസ് വലിയ തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കൊക്കെ അവിടെയുള്ള പ്രാദേശിക സപ്പോർട്ട് വളരെ കൂടുതലാണ്. അതെ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ഇല്ലാത്തതും അവർക്ക് അവിടെ ഉള്ളതും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങള് അവര് എല്ലാവരും തീവ്രവാദികളൊന്നും ആയിരിക്കില്ലല്ലോ, തീർച്ചയായിട്ടും അല്ല. പക്ഷെ അവരെല്ലാവരും തന്നെ സപ്പോർട്ടാണ്. അവര് ചാവേറുകളായിട്ട് ഇവർക്ക് സഹായിക്കാൻ നിൽക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ള എല്ലാം പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വന്നപ്പോ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് 8 സീറ്റ് കിട്ടിയത്? ജനങ്ങൾക്കിടയിൽ സമ്മതം അവർക്കുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ജനങ്ങളെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. സന്നദ്ധ സേവക സംഘടനകളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വശത്ത് തീവ്രവാദമുണ്ട്, പക്ഷെ മറുവശത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഹമാസിന്റെ തുരങ്കങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അവർക്കറിയില്ല എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പോലും അറിയത്തില്ല. സാധാരണ ജനത്തിന് ഇപ്പൊ ശ്രീജ ഫസ്റ്റില് പറഞ്ഞതുപോലെ തലയ്ക്കും കഴുത്തിന് മുകളിൽ തലയുണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതുണ്ടായാൽ മതി. അതെ, ഏറ്റവും ആവശ്യം അത് നിലനിർത്താൻ ഭക്ഷണവും വെള്ളവും ഒരു ചെറിയ കുടിലും അതാണ് അവർക്ക് വേണ്ടത്. നമ്മള് കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുമ്പോൾ പറയില്ലേ, പ്രാഥമിക ആവശ്യങ്ങളിൽ നമ്മൾ ഈ കാണുന്ന സൗകര്യങ്ങളും ഇതൊന്നും വരുന്നില്ല. ഏറ്റവും ആവശ്യമുള്ളത് ഭക്ഷണവും, അത് ഏറ്റവും ആവശ്യം ഭക്ഷണമാണ്. അതിനുശേഷമാണ് താമസം വരുന്നത്. അപ്പൊ ഈ ഭക്ഷണവും താമസവും ഉണ്ടായി കഴിഞ്ഞാലേ സ്വാതന്ത്ര്യം വേണ്ടുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്വർഗം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ച് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ മുകളിലോ സ്കൂളിന്റെ താഴെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ താഴെയോ എവിടെ വേണേ നിങ്ങൾ തുരങ്കങ്ങൾ ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണം കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ആരെ കൊന്നായിരുന്നാലും തിന്നായിരുന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അവര് പറയുന്നതാണ് ഞങ്ങളൊപ്പം ഉണ്ട്, നിങ്ങൾക്ക് പിന്നെന്താ പ്രശ്നം? ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരവരുടെ വീടിന് താഴെയും ഈ പറഞ്ഞ സ്കൂളുകൾക്ക് താഴെയും ഹോസ്പിറ്റലുകൾക്ക് താഴെയെല്ലാം തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ലെബനിലെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സ്കൂളിലും ഒക്കെ തന്നെ ഈ ഹമാസിന്റെ ആയുധപ്പുരയും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയും ഒക്കെയാണ്, ജീവൻ വേണമെങ്കിൽ ഈ പറഞ്ഞിടത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് വളരെ വ്യക്തമായി ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ അപ്പൊ തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണമില്ലാതെ താമസിക്കാൻ സ്ഥലമില്ലാതെ ജീവൻ കിട്ടി ഞങ്ങൾ എവിടെ പോകാൻ? ഈ യുദ്ധം നടക്കുമ്പോഴും അവിടുത്തെ ആൾക്കാർക്ക് ഈ മരിച്ചു പോകുമ്പോ പോയി, പക്ഷെ അതുവരെ അവർക്ക് ഈ തുരങ്കങ്ങളിലെല്ലാം എത്രയോ കാലത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഇതെല്ലാം അവര് കരുതി വെച്ചിട്ടുണ്ട്. ഈ കരുതി വെക്കുന്നത് മുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും അത് കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പുറത്ത് വരുമ്പോൾ, അതായത് ഈ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ മദ്രസകളിൽ നിന്നോ അല്ലെങ്കിൽ പള്ളികളിൽ നിന്നോ ഒക്കെ തന്നെ ഈ യുദ്ധം ചെയ്ത് മിസൈൽ പോകുമ്പോൾ അതിന് മറുപടിയായി ഇസ്രയേൽ തൊടുത്തുവിടുന്ന മിസൈലുകൾക്ക് കണക്കുകൾ അവസാനം വരാറുള്ളൂ. അതെന്താന്ന് പല പത്രങ്ങളിലും ഇസ്രയേൽ കുരുതി എന്നാണ് പറയുന്നത്. ഇസ്രയേൽ നോക്കുമ്പോ റോക്കറ്റ് വന്നത് എവിടുന്നാ? സ്കൂളിൽ നിന്നാണ്, അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. പക്ഷെ ഇവരിത് റോക്കറ്റ് എടുത്ത് വിട്ടിട്ട് ഇവര് സുഖമായിട്ട് ഹമാസുകൾ താഴെ പോയിട്ടുണ്ട്, തുരങ്കത്തിൽ പോയി ഒളിച്ചിരിക്കുക. ലെബനനിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു ആക്രമണം ഉണ്ടാവും. അവർ ഓട്ടോ ഡിറ്റക്ടർ വെച്ചിട്ടാണല്ലോ ഈ തിരിച്ചാക്രമിക്കുന്നത്. അത് ഓട്ടോ ഡിറ്റക്ടർ വെച്ച് നോക്കുമ്പോൾ വന്ന് വീഴുന്നത് സ്കൂളുകളിലും മറ്റേ ആശുപത്രികളിലും ഒക്കെയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളത് പറയും. അവിടുത്തെ ജനങ്ങളും ജീവനിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ അപ്പോഴും പലരും പറയുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ മരണപ്പെടുന്നു, സ്ത്രീകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ ഒരു വലിയ ആയുധമായ ആൾക്കാർ കാണുന്നുമുണ്ട്. അതെ, ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല, അതെല്ലാം അപകടം തന്നെയാണ് അല്ലേ? ഇസ്രായേലിനെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞതും തീവ്രവാദത്തിനെയോ അല്ലെങ്കിൽ ഹമാസിനെയോ ഹിസ്ബുള്ളയോ അവരെന്തുകൊണ്ടാണ് ഈ ആൾക്കാരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? നമ്മൾ ഈ പറയുന്നത് പോലെ ചെറിയ അപ്പകഷ്ണം വിട്ടുകൊടുത്ത് അവരൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുക. ഇസ്രയേൽ പോലുള്ള, അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും UN ഇവരെല്ലാവരും ശ്രമിക്കുന്നത് ഈ ഇതിനെ വേരോടെ അറുത്ത് മാറ്റാൻ തന്നെയാണ്. അത് ചെയ്തെങ്കിലേ നമുക്ക് ഇതുള്ളൂ. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളെ ഒരാൾ ബന്ദിയാക്കി നിർത്തി, അല്ലെങ്കിൽ നമ്മളെ തോക്കിന്റെ മുന്നിൽ നിർത്തി നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ടുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കും. ക്യാൻസർ രോഗം അത് വന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ ആൾക്കാര് നിവൃത്തിയില്ലാതെ എത്രയോ കാലങ്ങളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1982 മുതൽ തന്നെ തീവ്രവാദത്തിന്റെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് കഴിയുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഏത് യുദ്ധത്തിലാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെയും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന്നൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിച്ചേ പറ്റൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിലും ഈ ലെബനനിൽ ഒരു വ്യാപക യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബെയ്റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അടുത്തൊരു ഗാസ തന്നെയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിച്ചു. ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം ഇന്നോ നാളെയോ ഒക്കെ സംഭവിക്കുമെന്ന് എന്തെങ്കിലും ഒരു ടു ബി വെരി എക്സ്റ്റെൻഡ് എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പക്ഷേ അങ്ങനെ യുദ്ധം അവസാനിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദം അവസാനിക്കണ്ടേ? ഹമാസ് ഒരുവിധം ഒതുങ്ങി നിൽക്കുന്നു എന്നേ പറയാൻ പറ്റും. യഹ്യ സിൻവർ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അത് മറ്റൊരു നേതാവ് ഉയർന്നു വരും അവിടെ. അപ്പോൾ ഈ പറയുന്ന ഗാസയിലാണെങ്കിലും ശരി, ലെബനിലായാലും ശരി, ആ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് തന്നെ തീവ്രവാദമാണ്. അപ്പോൾ ഒരു മതത്തിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടല്ല പറയുന്നത്, ഒരു മതത്തിനെയും പറയുന്നില്ല. പക്ഷെ ഏത് മതത്തിലായാലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കുന്നത് തോക്കെടുക്കാനും യുദ്ധം ചെയ്യാനും, വെടിക്കോപ്പുകൾ, അവിടുത്തെ കുട്ടികൾ കളിക്കുന്നത് വെടിക്കോപ്പുകൾ കൊണ്ടും മറ്റുമാണ്. അതിന്റെ പല പല ചിത്രങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ യുദ്ധം രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിൽ കൂടെയെങ്കിലും ഈ തീവ്രവാദം അവസാനിപ്പിക്കുന്നത് വരെ നമുക്ക് കാത്തിരുന്നേ പറ്റുള്ളൂ. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അതിനൊപ്പം തന്നെ ഇത് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ഇറാനും ഇറാഖും എല്ലാം ഇതിൽ ഇടപെടുകയും ഇസ്രയേലിന്റെ സൈഡിലേക്ക് അമേരിക്ക വരികയും യമൻ അടക്കമുള്ള രാജ്യങ്ങൾ വന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമൊന്നും ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായും പൊട്ടിത്തെറികൾക്ക് ശേഷം എന്തായാലും ഒരു ശാന്തതയും സമാധാനവും ഉണ്ടാകും. നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. അത്തരം വാർത്തകൾ തന്നെ വരും ദിവസങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും ചർച്ചകൾ അവസാനിക്കുന്നില്ല.